ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ജർമ്മൻ പഠിക്കുന്നത്, അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ നമ്മൾ B2 എക്സാം, ജർമ്മന്റെ B2 എക്സാമിനുള്ള ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, അതിന് ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ചെയ്തത്, അതിന്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ്, അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കുറച്ച് പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ A1 B1 B2 ക്ലാസ് എടുക്കുന്നുണ്ടോന്ന്. അപ്പൊ ആക്ച്വലി എനിക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാള് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഡ്യൂട്ടി കണ്ടിന്യൂസ് 5-6 ദിവസം, അല്ലെങ്കിൽ ചിലപ്പം കണ്ടിന്യൂസ് 10 ദിവസമൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നൈറ്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് പഠിപ്പിക്കുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് എല്ലാം ഡെയിലി ക്ലാസ് എടുത്ത് പോകണമല്ലോ. അപ്പൊ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇതുപോലെ എനിക്ക് ഡ്യൂട്ടിയും ഇത് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും പാടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് കുറേ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ച്, അതുപോലെ ഇപ്പം പുതിയതായിട്ട് വരുന്ന ടോപ്പിക്കുകളെ കുറിച്ച് എല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ടൈമില്ല. അതാണ് മെയിൻ കാര്യം, പഠിപ്പിക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ കാര്യം. ഞാൻ B2 എക്സാം ഫസ്റ്റ് എഴുതിയത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ ഞാൻ ഫസ്റ്റ് എഴുതിയ സമയത്ത് എനിക്ക് 3 മൊഡ്യൂൾസ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ലേസനും സ്പ്രെഹനും ഷ്രൈബനും കിട്ടി. അതുപോലെ ഹ്യോറൻ ആയിരുന്നു എനിക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് ഹ്യോറൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ആ ടൈമിൽ കോവിഡിന്റെ ടൈമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഡേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂർ എഴുതിയപ്പം ഹൈദരാബാദ് എക്സാം എഴുതിയതിനേക്കാളും ഒരു 4-5 മാർക്ക് കൂടുതൽ കിട്ടി. അതിനും പൊട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തൊക്കെ നോക്കി. അങ്ങനെ ഓൺലൈനിലാണ് നമ്മൾ കുറേ നോക്കിയിരുന്നിട്ട് ഓൺലൈനിലാണ് നമ്മൾ ഡേറ്റ് എടുത്ത് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എക്സാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ബാക്കി രണ്ടിടത്തും പോയത് കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആ എറണാകുളത്ത് എഴുതിയ എക്സാമിന് ഞാൻ പാസ്സായി. അങ്ങനെയാണ് എനിക്ക് ഫുൾ മൊഡ്യൂൾ B2 ഫുൾ മൊഡ്യൂള് എറണാകുളത്തും കൂടെ എഴുതിയിട്ടാണ് എനിക്ക് ഫുൾ മൊഡ്യൂള് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ എങ്ങനെയാണ് B2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ B2 എക്സാം എഴുതാനിരിക്കുന്നവര് മെയിൻ ആയിട്ടും നോക്കേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വൊക്കാബുലറി. വൊക്കാബുലറി ഇല്ലാതെ എക്സാമിന് ഒന്നും നടക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു സെന്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൊക്കാബുലറി അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ B2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ B2 ലെവലിലുള്ള വൊക്കാബുലറി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അതൊക്കെ ഒത്തിരി വൊക്കാബ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഡെയിലി ഒരു 10 വൊക്കാബുലറി എങ്കിലും നമ്മൾ മിനിമം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് പഠിച്ചത് നാളെയും നമ്മൾ റിവൈസ് ചെയ്ത് പോകണം. കാരണം നമ്മൾ യൂസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വൊക്കാബുലറി മറന്നു പോകും. ഒരു B1 B2 വൊക്കാബുലറി എന്ന് പറയുമ്പോൾ കുറച്ച് പാടായിരിക്കും. നമുക്ക് ഡെയിലി നമ്മൾ റിവൈസ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് മറന്നു പോകും. അതുപോലെ തന്നെ ലേസനൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ നമ്മൾ ഈ പഠിച്ച വൊക്കാബുലറിയിൽ നിന്നൊക്കെ ഒത്തിരി വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒത്തിരി എക്സാം മെറ്റീരിയൽസ് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒത്തിരി വൊക്കാബ്സ് കിട്ടും. അതെല്ലാം പഠിച്ചു പോകണം. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അതിന്റെ വാക്കുകൾ എഴുതി വെച്ച് പഠിച്ചു പോകണം. അപ്പൊ ഇനി B2 എക്സാം സ്പീക്കിങ്ങിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. എക്സാം ഹോളിൽ പോകുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക, നമ്മൾ കൂൾ ആയിരിക്കുക. നമ്മൾ എത്രയൊക്കെ എക്സാമിന് ടെൻഷൻ അടിക്കരുത്, നല്ല പ്ലസന്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും എക്സാം എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ എക്സാമിന് ചെന്ന് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മൾ ആ ഹോളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ടും കൃത്യമായിട്ടും, എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ടെൻഷൻ ഉള്ള ഒരു മെയിൻ കാരണമാണ് B2 എക്സാം എഴുതുന്ന എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കും, ഈ പാർട്ട്ണർ പറയുന്നത് നമുക്ക് മനസ്സിലാകാതിരിക്കുമോ, അതോ പാർട്ട്ണർ പറയാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ പോവോ എന്നുള്ളത്. ഒരിക്കലും
നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ പറയാനുള്ളത് നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ പറയുക. ഇപ്പൊ പാർട്ട്ണർ പറയാതിരിക്കോ പറയുവോ അത് നമ്മുടെ എക്സാമിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് സ്കോർ കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സാമിനർ നമ്മുടെ ടോപ്പിക്സ് പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവരെന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അത് വൃത്തിയായിട്ട് കേട്ടിട്ട് വേണം. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചോദിക്കാം, എനിക്കത് മനസ്സിലായില്ല ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കാം. അപ്പൊ അവര് നന്നായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം പറഞ്ഞ് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള ആൻസർ തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ B2 എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം ആണ്. നമ്മൾ കൂടുതലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറെ പ്രാവശ്യം അത് ചെയ്ത് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു നോക്കിയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. ചിലപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എക്സാമിനറിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ കാണാപ്പാഠം പറയുന്നത് പോലെ അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ അവിടെ കുറയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ B2 എക്സാമിന് പോകുമ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് കിട്ടും. നമുക്ക് പേപ്പർ കിട്ടി കഴിയുമ്പോൾ 15 മിനിറ്റ്സ് പോയി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടും. ആ ടൈമിൽ വേണം നമ്മൾ നമ്മുടെ ടോപ്പിക്സ് നന്നായിട്ട് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് അതിൻ്റെ അകത്ത്, ഇൻട്രൊഡക്ഷൻ എന്ത് പറയണം, അതുപോലെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ അതിൻ്റെ മോക്ക് ലിസ്റ്റ് ആയിട്ടാണോ അതിൻ്റെ എന്തൊക്കെയാണ് പോയിന്റ്സുകൾ എന്തൊക്കെ എഴുതണം, അതുപോലെ എഴുതി കഴിഞ്ഞിട്ട് ഏത് പോയിന്റ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എഴുതി വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ സെന്റൻസിലായിട്ട് എഴുതരുത്, ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഒരു പോയിന്റിന്റെ കൂടെ ഞാൻ ഏത് കണക്ടറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുറെ കണക്ടേഴ്സ് യൂസ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് കൺഫ്യൂഷനും വരത്തില്ല, ഈ കണക്ടർ ഞാൻ അതിന്റെ കൂടെയാണോ ഉപയോഗിച്ചത്, ഇതിന് ഏത് ഉപയോഗിക്കും, അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് വരത്തില്ല അങ്ങനെ വരുമ്പോൾ. അപ്പം എന്ത് പോയിന്റ് ആണ് പറയുന്നത്, അതിന് ഏത് കണക്ടർ ആണെന്ന് അപ്പൊ തന്നെ എഴുതി വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രസന്റേഷന്റെ സമയത്ത് ജസ്റ്റ് അതൊന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മൾ B2 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ മുതലേ നമുക്ക് B2 എക്സാം പ്രിപ്പറേഷന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവും. അപ്പൊ നമുക്ക് ഒരു എക്സാം പ്രിപ്പറേഷന്റെ ഒരു ഐഡിയ കിട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകണം. 15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആ ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ ജസ്റ്റ് എഴുതിയൊക്കെ നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ 15-നുള്ളിൽ നമുക്ക് ആദ്യമൊന്നും നമുക്ക് 15 മിനിറ്റ് കൊണ്ടൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ നമ്മൾ കുറെ ടോപ്പിക്സുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ ടൈം ഒന്നും ഉണ്ടായിന്ന് വരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക, എന്നിട്ട് നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് പ്രസന്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ അതിലെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇവർക്ക് എന്താ പ്രാന്താണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ചെയ്യിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും നമ്മൾ പഠിച്ച് പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഷ്രൈബിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിൽ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവും, മോഡൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെ ഒരു നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഹ്യോറിന്റെയും ലേസന്റെയും ആണെങ്കിലും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂട്യൂബിൽ കാണും. അതെല്ലാം ഇപ്പൊ ഹ്യോറിന്റെ ആണെങ്കിൽ നമ്മൾ അതെല്ലാം കേട്ട് നോക്കണം. അവര് പറയുന്ന പ്രൊനൗൺസിയേഷൻ എല്ലാം ഒന്ന് കേട്ട്, എന്നാൽ മാത്രമേ നമ്മൾ പ്രൊനൗൺസിയേഷൻ കേട്ടാൽ മാത്രമേ നമുക്ക് ഹ്യോറിനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഹ്യോറൻ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ എനിക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരുമായിരുന്നു ഹ്യോറനൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ 2-3 പ്രാവശ്യമൊക്കെ എഴുതേണ്ട വന്നത്. അപ്പൊ നമ്മൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹ്യോറനൊക്കെ ഇങ്ങനെ ഡെയിലി കേട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് നമുക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമ്മൾ ഹ്യോറൻ കേൾക്കുമ്പം നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഒത്തിരി ലേൺ ജർമ്മൻ ഉണ്ട്, ഈസി ജർമ്മൻ ഉണ്ട്, അവരുടെയൊക്കെ ചാനലുകൾ നോക്കുക. പിന്നെ ജർമ്മൻ ബ്ലോഗ്സുകളൊക്കെ നോക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നാഗ്രിസ്റ്റ് കുറെ ന്യൂസുകൾ, ജർമ്മൻ ന്യൂസുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക ഡെയിലി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടോണ്ടിരിക്കുക. പിന്നെ നമുക്ക് എക്സാമിനൊക്കെ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഡെയിലി ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അവർ പറയുന്ന ആ ഒരു ജർമ്മന്റെ അവർ പറയുന്ന പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്.
ഇപ്പൊ ഷ്രൈവന്റെ അകത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ലെറ്ററുകളൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനൊരു ലെറ്റർ എഴുതി എൻ്റെ കൂടെ ഫ്രണ്ട്സുമായിട്ടായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആർക്കാണോ ടൈം ഉള്ളത് അവർക്ക് ഞാൻ അത് അയച്ചു കൊടുക്കും. നമുക്ക് പഠിച്ച ആ ഒരു കോവിഡ് ടൈം ഒക്കെ ആയതാണ് നമ്മുടെ ക്ലാസ് ഒക്കെ ഏകദേശം തീർന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സൊക്കെ നമുക്ക് പിന്നെ അവരോടൊന്നും അങ്ങനെ ചോദിക്കാൻ ഒരു മടി കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട്സിനോട് തന്നെ അവർക്ക് തന്നെ അയച്ചു കൊടുക്കും. പിന്നെ അവര് നമുക്കും അയച്ചു തരും അവരുടെ നോട്ട്സ്. അപ്പൊ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ നമ്മൾ എഴുതാത്ത കുറെ പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവര് നമുക്ക് ലെറ്റർ കറക്റ്റ് ചെയ്ത് തരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താ, നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് എനിക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. എക്സാം എഴുതുമ്പോൾ ഗ്രാമാറ്റിക് ആയിട്ടുള്ള ഒത്തിരി മിസ്റ്റേക്കുകൾ അങ്ങനെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ B2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ B2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ റീസെന്റ് B2 എക്സാം എഴുതിയവരായിരിക്കും, അതുപോലെ കുറെ നാള് മുന്നേ എഴുതിയവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഐഡിയാസും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിപ്പോ കാണുന്നവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്നവർക്ക് അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ B2 എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസോ ചാനൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.